വലിയൊരു തലസ്ഥിതി റിപ്പോർട്ട് ഉടൻ തന്നെ കോടതി തേടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി രാഗിനിലേക്ക് പോകാം. രാഗിൻ, അവിടെ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ നിന്ന് പോലീസ് കോടതിയിലേക്ക് പോയോ? പോലീസ് സംഘം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പാലാ ഡിവൈഎസ്പി ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുകയാണ്. കാരണം PC ജോർജ് കോടതിയിലാണ് ഹാജരായത്. പോലീസ് സംഘമൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ PC അവിടെ ഹാജരായി. സ്വാഭാവികമായിട്ടും പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു നീക്കം, അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ നൽകും. കാരണം ഈ കേസ് വിളിക്കുന്ന ഘട്ടത്തിൽ പോലീസിനോട് കോടതി കാര്യങ്ങൾ ചോദിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകും. ഇതിൽ 2-3 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, PC ജോർജിന്റെ കസ്റ്റഡി ഇമീഡിയറ്റ് ആയിട്ട് അനിവാര്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിട്ട് ഇക്കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് തുടർ നടപടിക്രമങ്ങളിലേക്ക് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഇക്കാര്യം കോടതിയെ അറിയിച്ച് റിമാൻഡ് ചെയ്ത ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ തുടർ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് സംഘം കടക്കുക. എന്തായാലും ഇപ്പോൾ പാലാ ഡിവൈഎസ്പി ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ ഈ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ PC ജോർജ് നടത്തിയ വിദ്വേഷ പരാമർശം, അതുമായി ബന്ധപ്പെട്ട 3 വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ആ 3 വകുപ്പുകൾ പ്രകാരം ഉള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്. ഒന്ന്, ഈ മതസ്പർദ്ധയുണ്ടാക്കുക, അതോടൊപ്പം കലാപാഹ്വാനം, കൂടാതെ ഈ പബ്ലിക് ഓർഡറിനെ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക. ഇത്രയും വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 3 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് സംഘം കോടതിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ വിളിക്കും. ഈ ഘട്ടത്തിൽ പോലീസിനോട് കാര്യങ്ങൾ ചോദിക്കും. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും. പോലീസ് സംഘം നേരത്തെ ഡിവൈഎസ്പി അടക്കം വ്യക്തമാക്കിയത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്നാണ്. ഒരു പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് സാധാരണഗതിയിൽ ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സമയത്തിൽ ഇത് ശേഖരിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് അത് ശേഖരിക്കാം. എന്തായാലും അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോടതിക്ക് മുന്നിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിട്ട് തുടർ നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നതാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ അന്തിമ തീർപ്പിലേക്ക് കസ്റ്റഡി വേണം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ആവശ്യപ്പെടുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അകത്ത് പാലാ ഡിവൈഎസ്പിയുടെ കീഴിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകുന്നത്. പാലാ ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതാണ് ഇപ്പോൾ ഈ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. PC ജോർജിന്റെ കാര്യത്തിൽ പലതവണയായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരുന്നു. 2022 2 കൊല്ലം മുൻപ് ഇതുപോലെ തിരുവനന്തപുരത്ത് ഒരു ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന വേദിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് പോലീസ് PC ജോർജിനെതിരെ കേസെടുത്തു. ഇവിടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അന്ന് കോടതി കർശനമായ വ്യവസ്ഥകളോടെയാണ് ജാമ്യം കൊടുത്തത്, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുതെന്ന്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പരാമർശങ്ങൾ നടത്തി. ഇങ്ങനെ പല തവണയായി പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ പരാതി ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, കേസ് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് 2022 അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും PC ജോർജിൽ മാറ്റമില്ല. അത്തരത്തിലുള്ള PC ജോർജിന്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെ വീണ്ടും അന്യമത വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശമുണ്ടായത്. അതിന്റെ പേരിലാണ് കേസുണ്ടായത്. ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. ജനുവരി 6-നാണ് ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് ഈ മതവിദ്വേഷം ഉള്ള പരാമർശങ്ങൾ നടത്തിയത്. അതിനാണിപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഈ ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷജനകമായ പരാമർശം നടത്തിയത് അത് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവെന്നായിരുന്നു ഹൈക്കോടതിയിൽ PC ജോർജിന്റെ വാദം. പക്ഷേ കടുത്ത നിലപാടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. അതിനു പുറമെ നേരത്തെ രാഗിൻ സൂചിപ്പിച്ചത് റിപ്പീറ്റഡ് ഒഫൻസ് എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത് ആദ്യത്തെ തവണയല്ല, എത്രയോ തവണയായി സമാനമായ സംഭവങ്ങൾ PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ ഇനി ഒരു മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ അന്ന് ഹൈക്കോടതി തള്ളിയത്. അതിന് പിന്നാലെയാണ് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടന്നത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്നുള്ളതായിരുന്നു PC ജോർജ് പോലീസിന് നൽകിയിരുന്നത് അറിയിപ്പ്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് കോടതിയിൽ കീഴടങ്ങാനാണ് PC ജോർജ് തീരുമാനിച്ചത്. PC ജോർജിന്റെ പ്രതികരണം വളരെ ചെറിയൊരു പ്രതികരണമാണ്. നിയമ സംവിധാനത്തോട് അനുസരിക്കും, നിയമം പാലിക്കും എന്നുള്ളതാണ് PC ജോർജ് പറഞ്ഞത്. അതൊന്ന് കേൾക്കാം.